നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം ഇതാദ്യമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശദീകരണം. നിയമസഭയിൽ പൊതുഭരണ വകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെയാണ് മുഖ്യമന്ത്രി പരാജയ കാരണങ്ങളും പ്രതിപക്ഷ വിമർശനത്തിന് മറുപടിയും പറഞ്ഞത്. തോൽവിയുടെ പേരിൽ തന്റെ രാജി ചോദിച്ച് ആരും വരേണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. തൃശൂരിലെ തോൽവിയും കോൺഗ്രസിന്റെ വോട്ട് ചോർച്ചയും ഗൗരവമായി പരിശോധിക്കണം. മുസ്ലിം ലീഗിന് തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ മത്തുപിടിച്ചുവെന്നും മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ മുഖ്യമന്ത്രിയുടെ വിശദമായ പ്രതികരണം ഇന്ന് നിയമസഭയിലാണ് ഉണ്ടായത്. മോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇവിടെ ജീവിക്കാൻ കഴിയില്ലെന്ന ചിന്തയുള്ള ജനം UDFന് വോട്ട് ചെയ്തുവെന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ജനവികാരം ഇടതുപക്ഷത്തിനെതിരല്ലെന്നും മുഖ്യമന്ത്രി. 2019 നല്ല വിജയം UDF നേടിയല്ലോ. അതിനുശേഷമുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് UDFന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നില്ലേ? തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ തന്റെ രാജി ചോദിച്ച് ആരും വരണ്ട. താൻ രാജിവെക്കണമെന്ന് ഉപദേശിച്ച കോൺഗ്രസ് നേതാവ് ഹിമാചലിലെയും തെലങ്കാനയിലെയും കർണാടകയിലെയും മുഖ്യമന്ത്രിമാരെ ഉപദേശിക്കണമെന്നും മറുപടി. ആ ഉപദേശം ഞങ്ങൾക്ക് തന്നതിന് മുൻപ് നിങ്ങളുടെ ഏറെ സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടങ്ങളിലുള്ളവർക്ക് ആ ഉപദേശം നൽകിക്കൂടായിരുന്നു. തൃശൂരിൽ ക്രൈസ്തവ സഭാധ്യക്ഷന്മാർ BJPയെ സഹായിച്ചെന്നും മുഖ്യമന്ത്രി പരോക്ഷമായി സൂചിപ്പിച്ചു. UDFനോടൊപ്പം മറ്റെല്ലാ സ്ഥലത്തും നിന്ന ചില ശക്തികളുടെ മേധാവികളെ മറ്റു തരത്തിൽ കൂടെ നിർത്താൻ അവർക്ക് സാധിച്ചു. ഇതെല്ലാം കേരളത്തിൽ നടക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്, അത് കാണാതിരിക്കരുത്. അതിൻ്റെ ഭാഗമായുള്ള മാറ്റങ്ങളുണ്ടായി. അതെല്ലാ കാലത്തും നിലനിൽക്കുമെന്ന് കാണണ്ട, എല്ലാ കാലത്തും അതേ അവസ്ഥയായിരിക്കും എന്ന് കാണണ്ട. പക്ഷേ ആസൂത്രിതമായ നീക്കം നേരത്തെ നടന്നു. അടിയന്തര പ്രമേയ നോട്ടീസിൽ സംസാരിക്കവേ മുസ്ലിം ലീഗ് MLA N ഷംസുദ്ദീന്റെ കുരയ്ക്കൽ പരാമർശത്തെയും മുഖ്യമന്ത്രി വിമർശിച്ചു. ബഹുമാനായ ഷംസുദ്ദീൻ അങ്ങേയറ്റം സംസ്കാര സമ്പന്നമായ രീതിയിൽ ഈ സഭയിൽ ഇടപെടുന്ന ഒരാളാണ്. പക്ഷേ ഈ വിജയത്തിൻ്റെ ഒരു മത്ത് ലീഗിനെ എങ്ങനെ ബാധിച്ചു എന്നതാണ്. പട്ടി എന്ന് വിളിക്കാതെ ഞങ്ങളെയെല്ലാം പട്ടികളായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ളൊരു പദപ്രയോഗം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. പിൻവലിച്ചത് ശരി, പിൻവലിച്ചത് നല്ലത് തന്നെ, അത് നല്ല കാര്യം തന്നെ. പരാജയ കാരണം വിശദമായി പരിശോധിക്കുമെന്നും ഈ പരാജയം ആത്യന്തികമായ പരാജയമല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രിക്ക് നിയമസഭയിൽ തന്നെ മറുപടി പറഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശൻ CPIMന്റെ വോട്ടുകൾ BJPയിലേക്ക് പോയെന്ന് വിമർശിച്ചു. മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ പരിശോധിച്ചാൽ വസ്തുതകൾ വ്യക്തമാകുമെന്നും കണക്കുകൾ നിരത്തി VD സതീശൻ വിശദീകരിച്ചു. അങ്ങയോട് ഞങ്ങളൊരു അഭ്യർത്ഥന, അങ്ങയുടെ ജില്ലയിൽ അങ്ങയുടെ നിയോജകമണ്ഡലം ധർമ്മടം 60,000 വോട്ടിന് ശൈല ടീച്ചർ ജയിച്ച മട്ടന്നൂര്, കല്യാശ്ശേരി, പയ്യന്നൂര്, അപ്പുറത്ത് തൃക്കരിപ്പൂര്, ഉദുമ, തളിപ്പറമ്പ്, ഇതൊക്കെ ഒന്ന് അങ്ങുകൂടി ഒന്ന് പരിശോധിക്കണം. എവിടെ നിന്നാണ് ഇറോഷൻ? അന്തിക്കാട്, താഴെ പഞ്ചായത്തുകളിലെല്ലാം റവന്യൂ മന്ത്രിക്ക് അറിയാം, കംപ്ലീറ്റ് നിങ്ങളുടെ വോട്ട് മുഴുവൻ BJPയിലേക്കാണ് പോയത്. CPMന്റെ വോട്ട് BJPയിലേക്കുള്ള ഇറോഷൻ കൊണ്ടാണ് സുനിൽകുമാറിന് അധികമായി കിട്ടിയ വോട്ട് റിഫ്ലക്റ്റ് ചെയ്യാതെ നിൽക്കുന്നത്. ഇങ്ങനെയുണ്ടൊരു സംഭവം. തൃശ്ശൂരിലെ കണക്ക് ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. സംസ്ഥാന സർക്കാരിനെതിരെ CPIM എറണാകുളം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം. സർക്കാരിനെതിരായ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ കൃത്യസമയത്ത് നൽകാതിരുന്നത് തിരിച്ചടിയായി. ജില്ലയിലെ സംഘടനാ പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പിനെ ബാധിച്ചെന്നാണ് വിമർശനം. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ K മുരളീധരൻ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത തള്ളാതെ VK ശ്രീകണ്ഠൻ. ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കേണ്ടത്. തൃശൂരിലെ BJPയുടെ മുന്നൊരുക്കം കോൺഗ്രസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്നും K മുരളീധരനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം VK ശ്രീകണ്ഠൻ പറഞ്ഞു. സാധ്യതയൊന്നും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി ആരെ എവിടെ തീരുമാനിക്കുന്നു എന്നുള്ളത് ഹൈക്കമാൻഡും കൂടി മുതിർന്ന നേതാക്കന്മാരുടെയും അഭിപ്രായം കൂടെ കണക്കിലെടുത്തായിരിക്കും. പാലക്കാട് എന്തായാലും ഒരു ഊർജ്ജസ്വലനായിട്ടുള്ള ശക്തനായ ഒരു സ്ഥാനാർത്ഥി UDFൻ്റെ ഉണ്ടായാൽ ഉറപ്പായിട്ടും ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. സ്ഥാനാർത്ഥിയായിരുന്ന ആൾ സ്ഥാനാർത്ഥിയാവുന്നതിന് മുമ്പ് 1,00,000, 25,000, 50,000 ഒക്കെ പ്രഖ്യാപിച്ചു കൊടുക്കുന്നത് പല വീഡിയോയിലും കണ്ടു. പക്ഷെ അത് തെരഞ്ഞെടുപ്പിന് മുമ്പായതുകൊണ്ട് പരാതി കൊടുക്കാൻ കഴിയില്ല. ഇലക്ഷൻ സ്ഥാനാർത്ഥിയാവുന്നതിന് മുമ്പാണ്. അപ്പം അങ്ങനെ സംഘടിതമായൊരു ശ്രമം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയാതെ പോയതും ഒരു തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. മിഥില ബാലനുണ്ട് ഇപ്പോൾ കോഴിക്കോട് നിന്ന്. മിഥില, K മുരളീധരൻ ഡൽഹിക്ക് പോകാനിരിക്കുകയാണല്ലോ, അതിനിടയിലാണല്ലോ കൂടിക്കാഴ്ച അല്ലേ? അതെ, തീർച്ചയായും.
ാണ് കെ മുരളീധരൻ ഡൽഹിക്ക് പോകുന്നത്. അവിടെ എത്തിയതിനു ശേഷം മുതിർന്ന കോൺഗ്രസ് ദേശീയ നേതാക്കളെ എല്ലാം കാണും. അതിനു മുൻപാണ് ഇപ്പോൾ തൃശൂർ DCCയുടെ ചുമതല കൂടി വഹിക്കുന്ന VK ശ്രീകണ്ഠൻ MP കെ മുരളീധരന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ കണ്ടത്. ഈ ഒരു സന്ദർശനം പോസിറ്റീവ് ആയിരുന്നു എന്നാണ് മറുപടി നൽകിയത്. നിലവിൽ തൃശൂർ DCCയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവാദങ്ങൾ, പ്രശ്നങ്ങൾ അത് പരിഹരിക്കുക എന്നതാണ് പ്രഥമ പരിഗണന എന്ന് VK ശ്രീകണ്ഠൻ പറയുന്നു. മാത്രമല്ല, നിലവിൽ അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ, അതായത് BJP സംബന്ധിച്ചിടത്തോളം വലിയ മുന്നൊരുക്കം അവിടെ നടത്തി, പണം ഒഴുക്കിക്കൊണ്ടുള്ള വലിയൊരു മുന്നൊരുക്കം BJP അവിടെ നടത്തി. അത് മുൻകൂട്ടി കാണാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. അത് ചെറിയൊരു തരത്തിലുള്ള ഒരു വീഴ്ച, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വീഴ്ച കോൺഗ്രസിന്റെ ഭാഗത്തും തൃശ്ശൂരിൽ ഉണ്ടായിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തി വളരെ പോസിറ്റീവായ ഒരു ചർച്ചയാണ് കെ മുരളീധരുമായി ഉണ്ടായത് എന്നാണ് അല്പസമയം മുമ്പ് അദ്ദേഹം പ്രതികരിച്ചത്. ശരി മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്. മലപ്പുറം പരപ്പനങ്ങാടിയിൽ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പരപ്പനങ്ങാടി പുത്തിരിക്കൽ സ്വദേശി മുഹമ്മദ് ബഷീർ റാബിയ ദമ്പതികളുടെ മകൾ ഹാദി റുഷ്ദ ആണ് മരിച്ചത്. പരപ്പനങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. +1 സീറ്റ് കിട്ടാതെ നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. പിന്നെ കുട്ടിക്ക് 5 A+ അതങ്ങനെ ഉണ്ട്. പിന്നെ കൂടെ ഉള്ളവർക്ക് പിന്നെ അതുപോലെ അലോട്ട്മെൻറ്റ് ഇത് കിട്ടിയെന്ന് പറയുന്നുണ്ട്. പിന്നെ അലോട്ട്മെൻറ്റ് ഇപ്പോൾ 2ാം ഘട്ടം ആയിട്ടേ ഉള്ളൂ. ഇനിയും 4ഉം 5ഉം ഘട്ടങ്ങൾ വരാമെന്നുണ്ട്. അതിലും കിട്ടിക്കൊള്ളാമെന്നില്ല. പിന്നെ ആ കുട്ടി പിന്നെ ജന്മന കുറച്ച് ചെവി കുട്ടിക്ക് ഇല്ലാത്ത, അതിൻ്റെ പ്ലാസ്റ്റിക് സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കുട്ടിക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുള്ളതിന് പേര് കൗൺസിലിങ്ങും മറ്റും കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അലോട്ട്മെൻ്റ് ആണോ എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. അത് കൂടുതലായിട്ട് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. സമീർ ബിൻ കരീമുണ്ട് വിവരങ്ങളുമായി. സമീർ, എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഉന്മേഷ് ഇന്ന് വൈകുന്നേരം 5 മണിയോട് കൂടിയാണ് ഈ കുട്ടിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ വീട്ടിലെ മുറിയിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഉടൻ തന്നെ വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം പോലീസിന് വിശദമായ മൊഴി നൽകിയിരിക്കുകയാണ്. അതിൽ പറയുന്നത്, ഈ കുട്ടി +1 ഇന്ന് 2ാമത്തെ അലോട്ട്മെന്റ് വന്ന ദിവസമായിരുന്നു. ഇതിൽ ഈ കുട്ടിക്ക് ഈ ലിസ്റ്റിൽ കുട്ടി ഇടം നേടാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇതിൽ എന്നാൽ കുട്ടിയുടെ സുഹൃത്തുക്കൾക്കൊക്കെ തന്നെ ഇടം നേടുന്ന ഒരു അവസരമുണ്ടായി. ഇതിൽ കുട്ടിക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടത് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കുട്ടി മാനസികമായ പ്രശ്നത്തിന്റെ പേരിൽ കൗൺസിലിംഗിന് വിധേയമാകുന്ന കുട്ടിയാണ്. ഒപ്പം തന്നെ ചെവിക്ക് പ്രശ്നമുള്ളത് കൊണ്ട് ചികിത്സയും നേരിടുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ആത്മഹത്യയുടെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ +1 സീറ്റ് ലഭിക്കാത്തതാണ് ആത്മഹത്യക്ക് കാരണം എന്നുള്ളത് പൂർണ്ണമായും പറയാനാകില്ല എന്നുള്ളതാണ് നിലവിൽ പരപ്പനങ്ങാടി SHO വ്യക്തമാക്കുന്നത്. ഉന്മേഷ്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. ജമ്മുകശ്മീരിലെ കത്വയിൽ ഭീകരാക്രമണം എന്ന വാർത്ത വരുന്നു. 3 പ്രദേശവാസികൾക്ക് പരിക്ക്. ആക്രമണത്തിന് ശേഷം ഭീകരർ വനമേഖലയിലേക്ക് രക്ഷപ്പെട്ടു. സുരക്ഷാ സേന തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ബൽറാം തൊടിങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ബൽറാം, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ജമ്മു കശ്മീരിലെ കത്വയിൽ ഹിരാനഗറിലാണ് ഇന്ന് വൈകിട്ട് ഭീകരാക്രമണം ഉണ്ടായത്. വൈകിട്ട് 8:15 കൂടിയാണ് 7ഓളം വരുന്ന ഭീകരർ ഈ പ്രദേശത്ത് എത്തി ഗ്രാമവാസികൾക്ക് നേരെ വെടിയുതിർത്തത്. ഇതിലാണ് 3 പേർക്ക് പരിക്കേറ്റത്. ഇതിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ പരിക്കേറ്റ 3 പേരിൽ ഒരാൾ മരിച്ചിരിക്കുന്നു. നാട്ടുകാരനായ ആളാണ് മരിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ ഈ ഭീകരവാദികൾ ഒരു വീട് ആക്രമിക്കുകയും ഒരാളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായുമുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇതിന് പിന്നാലെ നാട്ടുകാർ അടക്കമുള്ളവരെ ഇവർ പ്രതിരോധിക്കാൻ ശ്രമിച്ചതോടുകൂടി ഭീകരവാദികൾ ഈ സമീപത്തുള്ള വനമേഖലയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഇവിടെ സുരക്ഷാ സേന എത്തി തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ശരി ബൽറാം, ജമ്മു കശ്മീരിലെ കത്വയിലാണ് ഭീകരാക്രമണം ഉണ്ടായത്. ബൽറാം തൊടിങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കേന്ദ്രമന്ത്രിയായ ശേഷം കേരളത്തിലെത്തിയ സുരേഷ് ഗോപി ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് തത്സമയ സംപ്രേഷണത്തിലേക്ക്. ക്ഷേത്രത്തിൽ പോകണം, കൊട്ടിയൂരും പോകണം. എങ്ങനെയാണ് നാളത്തെ ഒരു പ്ലാൻ? എങ്ങനെയാണ്? അമ്പലത്തിൽ പോയിട്ട് നേരെ കണ്ണൂരിന്. കണ്ണൂരത്തെ പ്ലാൻ പരിപാടി എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്? ഇല്ല, അത് അവിടുത്തെ ആൾക്കാരാണ്. കൊട്ടിയൂരും രാജരാജേശ്വര പറഞ്ഞതുപോലെ തന്നെ ടഫ് ടാസ്ക് ആണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഉറപ്പായിട്ടും അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. ഏത് വകുപ്പായാലും അതിൻ്റെതായ കാഠിന്യം എന്തായാലും മുമ്പോട്ട് ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകണമെന്ന് പറയുന്ന ഒരു അജണ്ട സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് പ്രവർത്തന ഭാരമായിട്ട് തന്നെയാണ് മാറുന്നത്. താങ്ക് യു. സുരേഷ് ഗോപി സംസാരിക്കുകയായിരുന്നു. കേന്ദ്ര സഹമന്ത്രിയായ ശേഷം അദ്ദേഹം ആദ്യമായിട്ടാണ് കേരളത്തിൽ എത്തിയത്. ഇന്ന് അദ്ദേഹം കോഴിക്കോട്, നാളെ രാവിലെ അദ്ദേഹം തളി ക്ഷേത്രത്തിൽ
ദർശനം നടത്തും. അതിനുശേഷം കണ്ണൂരിലേക്ക് പോകുമെന്നാണ് സുരേഷ് ഗോപി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. 2 മന്ത്രിമാരും പ്രതീക്ഷകൾ. കേരളത്തിൽ എയിംസിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി അറിയിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേരളത്തെ ഇന്ത്യയുടെ ടൂറിസം ഹബ്ബാക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സംസ്ഥാനത്ത് കണ്ടൽ ആയുർവേദ ടൂറിസം പ്രോത്സാഹിപ്പിക്കുമെന്നും മന്ത്രിയായി ചുമതലയേറ്റ ശേഷം സുരേഷ് ഗോപി വിശദീകരിച്ചു. തിരുവനന്തപുരത്ത് മുതലപ്പുഴി സന്ദർശിച്ച് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്ന് കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രിയായി ചുമതലയേറ്റ ജോർജ് കുര്യൻ അറിയിച്ചു. രാവിലെ 10 മണിയോടെ ശാസ്ത്രി ഭവനിലെ മന്ത്രാലയത്തിലെത്തി പെട്രോളിയം വകുപ്പ് ചുമതല ഏറ്റെടുത്ത സുരേഷ് ഗോപി പിന്നാലെ ടൂറിസം മന്ത്രാലയത്തിലെത്തിയും കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ഏറ്റെടുത്തു. എയിംസ്, കണ്ടൽ ആയുർവേദ ടൂറിസം അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ മനസ്സിലുണ്ടെന്ന് സുരേഷ് ഗോപി. കേരളത്തിൽ എയിംസ് അനുവദിക്കുന്നതിൽ 2016 മുഖ്യമന്ത്രി പിണറായി വിജയനോട് ആവശ്യപ്പെട്ടെങ്കിലും ഉചിതമായ സ്ഥലം ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ലെന്ന് സുരേഷ് ഗോപി 24നോട്. എയിംസ് കേരളത്തിൽ കൊണ്ടുവരുമെന്ന് അങ്ങ് പറഞ്ഞിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ജില്ല അങ്ങനെ പൊതുവെ കൺസെൻറ്റ് ഇല്ല, അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ അത് 2016 ശ്രീ പിണറായി വിജയനോട് പറഞ്ഞതാണ്. അത് ഇതുവരെ ആ പേര് വന്നിട്ടില്ല. ആ പേരൊന്ന് പൊന്തി വരട്ടെ. കോഴിക്കോട് അതൊന്നും ഞാൻ എതിർക്കുന്നുമില്ല, അതിൻ്റെ കൂടെയും നിൽക്കുന്നില്ല. നമുക്ക് ഒരു സെൻസിബിൾ ആയിരിക്കണം. സിനിമയും മന്ത്രിസ്ഥാനവും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുമെന്നും പ്രതികരിച്ചു. പെട്രോൾ വില വർധനവ് പരിഹരിക്കാൻ കൂടുതൽ പെട്രോളിയം നിക്ഷേപം കണ്ടെത്താനാണ് മന്ത്രിയുടെ നീക്കം. മത്സ്യക്ഷീര മൃഗസംരക്ഷണം ന്യൂനപക്ഷക്ഷേമ വകുപ്പ് സഹമന്ത്രിയായും ജോർജ് കുര്യൻ ചുമതലയേറ്റു. ഹജ്ജ് വിമാന നിരക്ക് വർധനയിൽ പരിഹാരം കണ്ടെത്താനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ജോർജ് കുര്യൻ. ന്യൂനപക്ഷ മന്ത്രാലയം വളരെ പ്രധാനപ്പെട്ട മന്ത്രാലയമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാവരെയും കേട്ടുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിഹരിക്കാനുള്ള ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. നിർമ്മാണത്തിന്റെ അശാസ്ത്രതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്ന മുതലപ്പുഴി മന്ത്രി ജോർജ് കുര്യൻ സന്ദർശിക്കും. 24 ഡൽഹി. 3ാം മോദി സർക്കാരിലെ മന്ത്രിമാർ ചുമതലയേറ്റു. കൃത്യനിർവഹണത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ട പോലീസുകാർക്ക് ആദരമർപ്പിച്ച ശേഷമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി അമിത്ഷാ വീണ്ടും അധികാരമേറ്റത്. എസ് ജയശങ്കർ, JP നഡ്ഡ, അശ്വിനി വൈഷ്ണവ് തുടങ്ങിയവരും ഇന്ന് ഔദ്യോഗിക ചുമതലകൾ ഏറ്റെടുത്തു. ദേശീയ പോലീസ് സ്മാരകത്തിലെത്തി പുഷ്പചക്രം സമർപ്പിച്ച ശേഷമാണ് അമിത്ഷാ ആഭ്യന്തര മന്ത്രാലയത്തിലെത്തി ചുമതലയേറ്റത്. ചൈനയുമായുള്ള അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് വ്യക്തമാക്കിയാണ് 2ാം തവണയും വിദേശകാര്യമന്ത്രിയായി എസ് ജയശങ്കർ അധികാരമേറ്റത്. കിരൺ റിജിജു ന്യൂനപക്ഷ മന്ത്രാലയത്തിലും റെയിൽവേ മന്ത്രി കൂടിയായ അശ്വിനി വൈഷ്ണവ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിലും ചുമതലയേറ്റു. സഹമന്ത്രി എൽ മുരുകനും ഒപ്പമുണ്ടായിരുന്നു. ആരോഗ്യവകുപ്പിലേക്ക് തിരിച്ചെത്തിയ JP നഡ്ഡയും ഉച്ചയോടെ ചുമതലയേറ്റു. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി, വൈദ്യുതി മന്ത്രി മനോഹർലാൽ ഖട്ടർ, ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗ് ഉൾപ്പെടെയുള്ളവർ രാവിലെ തന്നെ ചുമതലയേറ്റിരുന്നു. തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ മാത്രമാണ് ഇന്നലെ വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തത്. 24 ഡൽഹി. അനധികൃതമായി തോക്ക് കൈവശം വെച്ച കേസിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മകൻ ഹണ്ടർ ബൈഡൻ കുറ്റക്കാരൻ. ഹണ്ടർ ബൈഡനെതിരെ 25 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്ന് തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മധു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മകൻ ഹണ്ടർ എന്ന റോബർട്ട് ഹണ്ടർ ബൈഡൻ 6 വർഷം മുമ്പ്, അതായത് 2018 ഒക്ടോബറിൽ ഒരു കൈത്തോക്ക് വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് ഇപ്പോൾ ഈ ശിക്ഷ വന്നിരിക്കുന്നത്. 2018 നിയമവിരുദ്ധമായി റിവോൾവർ കൈവശം വാങ്ങി വെച്ചതും അതുകൂടാതെ അദ്ദേഹം ലഹരി ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ഈ ഡെലവെയർ ഫെഡറൽ കോർട്ട് ആണ് അദ്ദേഹം കുറ്റക്കാരനായി കണ്ടെത്തിയിരിക്കുന്നത്. 3 മണിക്കൂർ നീണ്ട ജൂറി ചർച്ചകൾക്ക് ശേഷമാണ് അല്പസമയം മുമ്പ് ഈ വിധി വന്നത്. 54-കാരനായ ഹണ്ടർ ബൈഡന് 25 വർഷം വരെ തടവും $7.5 ലക്ഷം പിഴയായും ശിക്ഷയായി ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം ഹണ്ടർ ബൈഡന് ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ലാത്തതിനാൽ ശിക്ഷയിൽ ഇളവ് ലഭിക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ശിക്ഷ നടപ്പിലാക്കുന്ന തീയതി ഇനിയും തീരുമാനിച്ചിട്ടില്ല. ഒരു തോക്ക് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ നടത്തുക, രേഖകളിൽ സൂക്ഷിക്കേണ്ട വിവരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തെറ്റായ പ്രസ്താവന നടത്തുക, അതുപോലെ നിയന്ത്രിത പദാർത്ഥം നിയമവിരുദ്ധമായി ഉപയോഗിക്കുന്ന ഒരു വ്യക്തി തോക്ക് കയ്യിൽ വെച്ചു എന്നിവയാണ് ഇപ്പോൾ ഹണ്ടർ
ബൈഡനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ, അതോടനുബന്ധിച്ച് തോക്ക് കച്ചവടക്കാരന് പൂരിപ്പിച്ചു കൊടുത്ത ഒരു ഫോമിൽ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടിയായി ഇല്ല എന്നാണ് അടയാളപ്പെടുത്തിയത്. ജോ ബൈഡൻ മാപ്പ് നൽകില്ല എന്നുള്ള പ്രസ്താവനയും വന്നിട്ടുണ്ട്. ബൈഡൻ തന്റെ സ്കെഡ്യൂൾ എല്ലാം മാറ്റിവെച്ച് ഹണ്ടർ ബൈഡന്റെ സ്ഥലത്തേക്ക് യാത്ര തിരിച്ചതായിട്ടുള്ള വാർത്തകളാണ് വാഷിംഗ്ടണിൽ വരുന്നത്. ഉന്മേഷ്. ശരി മധു. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി. ജനറൽ മനോജ് പാണ്ഡെ വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. ജൂലൈ 1 ചുമതലയേൽക്കും. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, വിവരങ്ങൾ. ഉന്മേഷ്, ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയെയാണ് പുതിയ കരസേനാ മേധാവിയായി നിയമിച്ചിരിക്കുന്നത്. നിലവിൽ കരസേനയുടെ ഉപമേധാവിയായി സേവനം അനുഷ്ഠിച്ചു വരികയാണ് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഈ വർഷം ജൂൺ 30 നിലവിലെ കരസേനാ മേധാവി മനോജ് പാണ്ഡെയുടെ കാലാവധി പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് പുതിയ കരസേനാ മേധാവിയെ നിയമിച്ചിരിക്കുന്നത്. ജൂലൈ 1 ഇന്ത്യൻ കരസേനയുടെ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ചുമതലയേൽക്കും. ഉന്മേഷ്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്. BJPയെ തിരുത്താൻ RSS. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ BJPക്കെതിരെ വിമർശനം തുടർന്ന് RSS. ജനങ്ങളെ കേൾക്കാൻ നേതാക്കൾ മറന്നെന്ന് മുഖപത്രമായ ഓർഗനൈസറിലെ ലേഖനത്തിൽ പറയുന്നു. BJPയുടെ ഫീൽഡ് ഫോഴ്സ് അല്ല RSS എന്നും ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മണിപ്പൂർ കലാപം പരിഹരിക്കാത്തതിന് RSS മേധാവി മോഹൻ ഭഗവത് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചതിന് പിന്നാലെയാണ് ഓർഗനൈസർ ലേഖനം. തെറ്റുതിരുത്തലിനായുള്ള സംഭാഷണം എന്ന പേരിൽ RSS സൈദ്ധാന്തികൻ രത്തൻ ശാർദ ഓർഗനൈസറിൽ എഴുതിയ ലേഖനത്തിലാണ് കടുത്ത വിമർശനങ്ങൾ. മോദി പ്രഭാവത്തിൽ രമിച്ചിരുന്നാൽ വിജയിക്കില്ല. BJP നേതാക്കൾക്ക് ജനങ്ങളുമായുള്ള ബന്ധമില്ലാതായി. സമൂഹ മാധ്യമങ്ങളിൽ സെൽഫിയും പോസ്റ്ററും ഇടാൻ മാത്രമാണ് നേതാക്കൾക്ക് ആവേശം. അമിത ആത്മവിശ്വാസം തെറ്റിപ്പോയെന്ന് തിരിച്ചറിയാനുള്ള അവസരമായി തെരഞ്ഞെടുപ്പ് തിരിച്ചടി കാണണം. RSS BJPക്കായി വോട്ട് പിടിക്കുന്ന സംഘടനയല്ല. സഹായം വേണമെങ്കിൽ അത് ആവശ്യപ്പെടണമായിരുന്നു. അതുമുണ്ടായില്ല. തിരിച്ചടി ഉണ്ടായ ശേഷം RSS സഹായിച്ചില്ലെന്ന് പറയുന്നതിൽ വസ്തുതയില്ലെന്നും ലേഖനത്തിൽ പറയുന്നു. രാഷ്ട്രീയപരമായി പല മണ്ടത്തരങ്ങളും BJP ചെയ്തു. മഹാരാഷ്ട്രയിൽ ശിവസേനയിലെ പിളർപ്പ് കൊണ്ട് മാത്രം BJPക്ക് നല്ല ജയം നേടാമായിരുന്നു. എന്നാൽ NCPയിലും പിളർപ്പുണ്ടാക്കി അജിത് പവാറിനൊപ്പം കൂട്ടിയത് മണ്ടത്തരമായി. സ്വാഭാവികമായും ശക്തി ക്ഷയിക്കുമായിരുന്ന NCPക്ക് കരുത്തു നൽകുന്ന നീക്കമായി അത് തിരിച്ചടിച്ചെന്നും ലേഖനത്തിൽ പറയുന്നു. ഇന്നലെ RSS ആസ്ഥാനത്ത് നടന്ന പരിപാടിക്കിടെ മോഹൻ ഭഗവതും വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന പ്രചാരണങ്ങൾ ഉണ്ടായി. ജനസേവകർക്ക് അഹങ്കാരം പാടില്ല. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതാകണം കേന്ദ്രത്തിന്റെ പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം പറഞ്ഞു. മണിപ്പൂരിലേക്ക് പോവാതിരുന്ന പ്രധാനമന്ത്രി RSS മേധാവിയുടെ വാക്കു കേൾക്കുമോ എന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ചോദിച്ചു. RSSന്റെ സഹായം വേണ്ടെന്ന് BJP അധ്യക്ഷൻ തന്നെ പരസ്യമായി പറഞ്ഞ് വോട്ട് തേടിയ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത്. മോദി ഭരണകാലത്ത് BJPയും RSSും തമ്മിലുള്ള അകൽച്ചയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോഴത്തെ വിമർശനങ്ങൾ. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. വാരാണസിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി തോൽക്കുമായിരുന്നുവെന്ന് രാഹുൽ ഗാന്ധി. രാജ്യം ഹിംസയ്ക്കും വെറുപ്പിനും അഹങ്കാരത്തിനുമെതിരെ വോട്ട് ചെയ്തു. 3ാം മോദി സർക്കാരിൽ കുടുംബാധിപത്യമാണെന്നും രാഹുൽ ഗാന്ധിയുടെ പരിഹാസം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വൻ വിജയത്തിൽ ജനങ്ങളോട് നന്ദി അറിയിക്കാൻ റായ്ബറേലിയിൽ നിന്നാണ് കോൺഗ്രസ് നന്ദി പ്രകാശ യാത്ര ആരംഭിച്ചത്. അമേഠിയും റായ്ബറേലിയും ഉത്തർപ്രദേശും വഴികാട്ടിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ജനങ്ങളാണ് പ്രധാനമന്ത്രിയെ കൊണ്ട് ഭരണഘടന തലയിൽ വെപ്പിച്ചതെന്ന് രാഹുൽ ഗാന്ധി. नरेंद्र मोदी जी, अमित शाह जी हिंदुस्तान के संविधान को खत्म करने की कोशिश कर रहे हैं. जो हिंदुस्तान की नींव है उससे वो खिलवाड़ कर रहे हैं. इसीलिए पूरा देश एक साथ खड़ा हो गया. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പാവപ്പെട്ടവരെ ഒഴിവാക്കിയതിന് അയോധ്യ മറുപടി നൽകിയെന്നും രാഹുൽ തുറന്നടിച്ചു. സംശുദ്ധ രാഷ്ട്രീയം വേണമെന്ന സന്ദേശമാണ് രാജ്യത്തെമ്പാടും ഉണ്ടായതെന്ന് പ്രിയങ്ക ഗാന്ധി. ऐतिहासिक जीत रही. यहां से मुझे गर्व होता है इस बात को कहने में कि यहां से अवध से पूरी यूपी में और पूरे देश भर में ये संदेश आप लोगों ने भेजा कि हमें एक समर्पित, एक सच्ची, एक साफ राजनीति चाहिए अपने देश में.
രാഹുലിന്റെ വയനാട് സന്ദർശനം പൂർത്തിയാക്കിയാൽ ഏതു മണ്ഡലം നിലനിർത്തുമെന്നതിൽ തീരുമാനമെടുക്കും. അതിനിടെ കുടുംബവാഴ്ചയ്ക്കെതിരായ പ്രധാനമന്ത്രിയുടെ ഇരട്ടത്താപ്പ് രാഹുൽ തുറന്നുകാട്ടി. ജ്യോതിരാദിത്യ സിന്ധ്യ ഉൾപ്പെടെ 20 മന്ത്രിമാരുടെ പട്ടിക പങ്കുവച്ചാണ് വിമർശനം. കോൺഗ്രസിൽ കുടുംബവാഴ്ചയെന്ന് പരിഹസിക്കുന്നവരാണ് മന്ത്രിസഭയെ കുടുംബ കൂട്ടായ്മയാക്കിയതെന്ന് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. 24 ഡൽഹി. ഇന്ത്യയുടെ ഫുട്ബോൾ ലോകകപ്പ് യോഗ്യതാ പ്രതീക്ഷകൾ വീണുടഞ്ഞു. നിർണായക മത്സരത്തിൽ ഖത്തറിനോട് 1-2 തോറ്റു. ആദ്യ പകുതിയിൽ ലീഡെടുത്ത ശേഷമാണ് ഇന്ത്യയുടെ തോൽവി. അനിൽ വാസുദേവ് ഉണ്ട് ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. അനിൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ, ലോകകപ്പിൽ കളിക്കുക എന്നുള്ള ഇന്ത്യയുടെ ആ വലിയ സ്വപ്നം ഒരിക്കൽ കൂടി വീണുടഞ്ഞിരിക്കുകയാണ്. നിർണായക മത്സരത്തിൽ ഖത്തറിനോട് 1-2 തോറ്റാണ് ഇന്ത്യ ഈ പ്രതീക്ഷകളെല്ലാം തന്നെ അവസാനിച്ചത്. ആദ്യ പകുതിയിൽ ഇന്ത്യയാണ് ലീഡെടുത്തത്. 37-ാം മിനിറ്റിൽ ചങ്തയിലൂടെ ഇന്ത്യ ലീഡ് നേടി. പക്ഷേ രണ്ടാം പകുതിയിൽ ശക്തമായി തിരിച്ചു വന്ന ഖത്തർ വിജയം പിടിച്ചെടുക്കുകയായിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഖത്തർ സമനില നേടിയ ഗോളിനെ ചൊല്ലി വലിയ വിവാദങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഗോൾ ഔട്ടായതിനു ശേഷം വലിച്ചെടുത്ത ശേഷം ഗോൾ അടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വന്നത്. ഇന്ത്യൻ താരങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തിയെങ്കിൽ പോലും റഫറി ഇത് അനുവദിച്ചില്ല. ഒടുവിൽ ഗോൾ അനുവദിക്കുകയും ഇതിലൂടെയാണ് മത്സരത്തിലേക്ക് ഖത്തർ തിരിച്ചു വന്നതും പിന്നീട് ഒരു ഗോൾ കൂടി നേടി വിജയം പിടിച്ചെടുത്തത്. ഈ ഗോളിനെ ചൊല്ലി വരും ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടാവുമെന്ന ഇതിനോടകം തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇന്ത്യയുടെ വലിയൊരു സ്വപ്നത്തിന് കൂടിയാണ് ഈ വിവാദ ഗോൾ തിരിച്ചടിയായിരിക്കുന്നത്. ഇനി ഇതിനെക്കുറിച്ച് ഇന്ത്യ ഒരുപക്ഷെ അപ്പീൽ കൊടുക്കാനടക്കം സാധ്യത ഉണ്ട്. ഉന്മേഷ്. അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്നും. ഒഡീഷയുടെ ആദ്യ BJP മുഖ്യമന്ത്രിയായി മോഹൻ ചരൺ മാഞ്ചിയെ തെരഞ്ഞെടുത്തു. സത്യപ്രതിജ്ഞ നാളെ നടക്കും. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി TDP നേതാവ് ചന്ദ്രബാബു നായിഡുവും നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രിയായേക്കും. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, ഭൂപേന്ദ്ര യാദവ് എന്നിവരുടെ നേതൃത്വത്തിൽ ഭുവനേശ്വറിൽ ചേർന്ന BJP നിയമസഭാ കക്ഷി യോഗത്തിലാണ് മോഹൻ ചരൺ മാഞ്ചിയെ നേതാവായി തെരഞ്ഞെടുത്തത്. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള മാഞ്ചി ഇത് 4ാം തവണയാണ് നിയമസഭയിലെത്തുന്നത്. കെനോഞ്ചാർ മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ് മാഞ്ചി. കനക് വർദ്ധൻ സിംഗ് ദിയോ, പ്രവതി പരിത എന്നിവർ ഉപമുഖ്യമന്ത്രിമാരാകും. 147 അംഗ നിയമസഭയിൽ 74 സീറ്റുകൾ നേടി 24 വർഷം നീണ്ട നവീൻ പട്നായിക്കിന്റെ ഭരണം അവസാനിപ്പിച്ച ഒഡീഷയിലെ BJPയുടെ ആദ്യ സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി TDP നേതാവ് ചന്ദ്രബാബു നായിഡുവും നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 11:27 വിജയവാഡയിലെ ഗണവാരം വിമാനത്താവളത്തിന് സമീപമുള്ള കേസരപ്പള്ളി IT പാർക്കിലാണ് ചടങ്ങ്. ഇത് 4ാം തവണയാണ് ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയാകുന്നത്. പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രിയായേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ പങ്കെടുക്കും. 24 ഡൽഹി. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ 2 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു. വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. റഷ്യ റിക്രൂട്ട് ചെയ്ത ഇന്ത്യൻ പൗരന്മാരാണ് കൊല്ലപ്പെട്ടത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, റഷ്യ ഉക്രൈൻ സംഘർഷത്തിനിടെ 2 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് ഈ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നത്. റഷ്യയിൽ നിന്നും ലഭിച്ച ഔദ്യോഗിക വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്. റഷ്യ ഈ യുദ്ധത്തിനായി റിക്രൂട്ട് ചെയ്ത ഇന്ത്യക്കാരിൽ 2 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. സൈനിക സഹായികൾ എന്ന പേരിലാണ് റഷ്യ ഇന്ത്യൻ പൗരന്മാരെ സൈന്യത്തിന്റെ സഹായത്തിന് എന്ന പേരിൽ റിക്രൂട്ട് ചെയ്യുകയും തുടർന്ന് അവരെ സംഘർഷ മേഖലകളിൽ പരിശീലനം പോലുമില്ലാതെ ആയുധം നൽകി അയക്കുകയും ചെയ്തത്. നേരത്തെ ഇത്തരത്തിൽ റഷ്യൻ സൈന്യത്തോടൊപ്പം അകപ്പെട്ടുപോയ ആളുകളുടെ കുടുംബാംഗങ്ങൾ കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകിയിരുന്നു. അവരെ തിരികെ എത്തിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ റഷ്യൻ സൈന്യത്തോടൊപ്പമുള്ള ഇന്ത്യക്കാരുടെ മോചനത്തിനായി ഇടപെട്ടതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ റഷ്യൻ എംബസിയുമായും മോസ്കോയിൽ വിദേശകാര്യ മന്ത്രാലയവുമായും ഇക്കാര്യം സംബന്ധിച്ച് ചർച്ച നടത്തിയതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ പൗരന്മാരെ റഷ്യൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്തതെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉന്മേഷ്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്. തൃശൂർ മേയറെ വിളിപ്പിച്ച് CPI. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായ പ്രസ്താവന നടത്തിയതിൽ തൃശൂർ മേയർ MK വർഗീസിനെ താക്കീത് ചെയ്ത് CPIM. CPIയുടെ പരാതിയിലാണ് CPIM ഇടപെട്ടത്. മേയറെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി വിശദീകരണം ചോദിച്ച ശേഷമായിരുന്നു താക്കീത്. വിവാദം മാധ്യമ സൃഷ്ടി എന്നായിരുന്നു MK വർഗീസിന്റെ പ്രതികരണം. തൃശൂരിന്റെ MP-യാകാൻ സുരേഷ് ഗോപി ഫിറ്റാണെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് MK വർഗീസ് പറഞ്ഞത് തിരിച്ചടിയായെന്ന് CPI വിലയിരുത്തൽ. വിജയത്തിനു ശേഷം മേയറും സുരേഷ് ഗോപിയും ഭാരത് ഹോട്ടലിൽ കൂടിക്കാഴ്ച നടത്തിയതിലും അതൃപ്തി. CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ നേരിൽ കണ്ട്
CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് പരാതി അറിയിച്ചു. മേയറുടെ ഒരു അംഗത്വത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കോർപ്പറേഷൻ ഭരണം നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പരിമിതികൾ കോർപ്പറേഷൻ ഭരണത്തിനകത്തുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. LDF പിന്തുണയ്ക്കുന്ന ഒരു മേയറാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ കുറച്ചും കൂടി കരുതലും സത്യം വേണ്ടതാണ് എന്ന അഭിപ്രായം ഞാൻ കണ്ടു. മേയർ MK വർഗീസിനെ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. തന്നെ മാധ്യമങ്ങൾ ആക്രമിക്കുകയാണെന്നാണ് MK വർഗീസ് നൽകിയ വിശദീകരണം. മറുപടിയിൽ തൃപ്തരാകാതിരുന്ന CPM നേതൃത്വം പ്രതികരണങ്ങളിൽ ജാഗ്രത വേണമെന്ന് MK വർഗീസിനെ താക്കീത് ചെയ്തു. പാർട്ടി നിർദ്ദേശപ്രകാരം മേയർ വാർത്താസമ്മേളനം വിളിച്ചു. MP എന്ന നിലയ്ക്ക് എനിക്ക് ഞാനും മേയറും അദ്ദേഹം ഒരു MP ആയി എന്നുള്ളതിൽ വിട്ട് ബാക്കി അതുമായി ബന്ധപ്പെട്ട് കെട്ടിച്ചമയ്ക്കുന്നതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ്. എൻ്റെ പ്രദേശം, എൻ്റെ ചുമതല മേയർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ചുമതലയാണ് വികസനം കൊണ്ടുവരിക. അതുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും വെച്ച് ഒന്ന് സംസാരിച്ചാൽ ഉടൻ തന്നെ അത് രാഷ്ട്രീയവൽക്കരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എൻ്റെ ചുമതലയാണ്. മേയറുടെ വിശദീകരണത്തിൽ CPI തൃപ്തരല്ല. 17-18 തീയതികളിൽ ചേരുന്ന CPI ജില്ലാ നേതൃയോഗങ്ങൾ മേയർക്കെതിരായ നിലപാട് ചർച്ച ചെയ്യും. 24 തൃശൂർ. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്.